നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിലേക്ക്. ഒന്നാംഘട്ട പ്രചാരണം ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും. നാളെ നിശബ്ദ പ്രചരണം. 7 ജില്ലകളിലെ വോട്ടർമാർ മറ്റന്നാൾ ബൂത്തിലെത്തും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പരസ്യപ്രചരണം ഇനി 2 നാൾ കൂടി. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം, വ്യാഴാഴ്ച ജനം വിധിയെഴുതും. വിവിധ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സ്ഥാനാർത്ഥി സംഗമവും കൺവെൻഷനുകളും ആവേശകരം. കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു. പെരുമ്പിലാവ്, ആൽത്തറ, ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും കവർച്ച. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി ഗോളക കവർന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട പ്രചാരണം കൊടിയിറക്കത്തിലേക്ക്. കൊട്ടിക്കലാശത്തോടെയാണ് അവസാന ദിവസമായ പരസ്യ പ്രചാരണത്തിന്റെ കൊടിയിറക്കം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 7 ജില്ലകളിലാണ് നടക്കുന്നത്. 2 ഘട്ടങ്ങളിലായി 75,633 പേരാണ് മത്സര രംഗത്തുള്ളത്. 23,576 വാർഡുകളിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷൻ, 39 മുനിസിപ്പാലിറ്റി, 7 ജില്ലാ പഞ്ചായത്ത്, 75 ബ്ലോക്ക് പഞ്ചായത്ത്, 471 ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് ചൊവ്വാഴ്ച ജനങ്ങൾ വിധിയെഴുതുക. ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിൽ ചൊവ്വാഴ്ച വിധിയെഴുതുമ്പോൾ ബാക്കിയുള്ള ജില്ലകളിൽ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ചൊവ്വാഴ്ച രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സമാധാനത്തോടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ പിണറായി വിജയൻ മാറ്റി തീർത്തുവെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. ഐക്യജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധീരൻ. കേരളം ഇന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം ഇത്രയുമേറെ കുതിച്ചുകയറിയ കാലമുണ്ടായിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന മോദിയുടെ ഇരട്ട സഹോദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായിയും വിലക്കയറ്റത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നു. ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന വിലക്കയറ്റത്തിലേക്ക് എത്തിക്കുന്നതിന് പരസ്പരം മത്സരിക്കുകയാണ് ഇരുവരും. ഇന്ന് ജനങ്ങളുടെ മേൽ എത്രമാത്രം സാമ്പത്തിക ഭാരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വസ്തുനികുതി കൂട്ടി. ഒരു വീട് വയ്ക്കണമെങ്കിൽ അതിന്റെ ഫീസ് വർദ്ധിപ്പിച്ചു. കുടിവെള്ളത്തിൽ നികുതി വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ശരിക്കു പറഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ സംസ്ഥാന ഭരണകൂടവും ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനവും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നികുതി ഒഴിവാക്കാൻ ഞങ്ങളൊന്ന് തീരുമാനിച്ചു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ തീരുമാനിച്ചു. പാർട്ടിയുമായി മുന്നണിയുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിച്ചു. അതിൻ്റെ ഇളവുകൾ ജനങ്ങൾക്ക് നൽകി. അതിൻ്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ജനങ്ങൾക്ക് വരാതെ ഉമ്മൻചാണ്ടി UDF ഭരണകൂടം ശ്രദ്ധിച്ചു. പിണറായി എന്താണ് ചെയ്തത്? നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു. നമ്മുടെ സഹോദരിമാർ ഇവിടെയുണ്ട്, അമ്മമാരുണ്ട്. 400-ൽ പരം രൂപയായിരുന്ന കുക്കിംഗ് ഗ്യാസ് എവിടം വരെ എത്തിയെന്ന്? ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ലോകവ്യാപകമായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നത്, ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ പിണറായി എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ അതിന്റെ ഫലമായി സംസ്ഥാന നികുതി വേണ്ടെന്ന് വെക്കാനല്ല തീരുമാനിച്ചത്. സംസ്ഥാന നികുതി ഏർപ്പെടുത്തി എന്ന് മാത്രമല്ല, അതിനു പുറമെ ഒരു സെസ് ഏർപ്പെടുത്തി അധിക സാമ്പത്തിക ഭാരം ഏൽപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആന്റോ പോൾ, അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ്, സിന്ധു സന്തോഷ്, ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ അണിനിരന്ന് തൂവാനൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി ആവേശമായി. 100 കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രകടനം കേച്ചേരിയിൽ സജ്ജമാക്കിയ സമ്മേളനവേദിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ,
കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VU മുസ്തഫ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P മാധവൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടക്കമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായി വാദ്യാഘോഷങ്ങളോടെ ആരംഭിച്ച റാലി ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ സംസ്ഥാനത്തെ സമസ്ത മേഖലകളിലും വന്ന പുരോഗമനവും വികസനവും ഇടത് തുടർഭരണം സുനിശ്ചിതമാക്കിയിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. തുടർന്ന് LDF പ്രകടന പത്രികയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. യോഗത്തിൽ LDF നേതാക്കളായ TC ചെറിയാൻ, PK രവീന്ദ്രൻ, EM സതീശൻ, MN സത്യൻ, അബ്ദുൾ ജലീൽ, പ്രേംരാജ് ചുണ്ടലാത്ത്, NK ഹരിദാസൻ, MV പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. റാലിക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. BJP NDA വേലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ DGP ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K സനിൽകുമാർ അധ്യക്ഷനായി. 10 വർഷം തുടർഭരണം നടത്തിയ LDF വേലൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ചുവെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രോത്സാഹനം നടത്തേണ്ട പ്രതിപക്ഷമായ UDF നിഷ്ക്രിയമായി വരുന്നുവെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ പ്രകടന പത്രിക പ്രകാശനവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, SC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ അശോകൻ മമ്പറമ്പിൽ, മണികണ്ഠൻ കോട്ടപ്പടിക്കൽ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ UDF സ്ഥാനാർത്ഥി സംഗമം നടന്നു. ഗുരുവായൂർ റോഡിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, DCC സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, TS അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. UDF പാനലിൽ മത്സരിക്കുന്ന 37 സ്ഥാനാർത്ഥികളെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണം നേരെ ചൊവ്വേ ഇതുപോലെ മുന്നോട്ട് പോയാൽ സ്വർണ്ണക്കൊള്ളയുടെ വേരുകൾ ചെന്നെത്തുന്നത് എവിടെയായിരിക്കും? പിണറായി വിജയനിലേക്കായിരിക്കും, പിണറായി വിജയന്റെ ഓഫീസിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരെ തള്ളിപ്പറയാൻ കുറ്റവാളികളായ കുറ്റം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ട CPM നേതാക്കന്മാരെ തള്ളിപ്പറയാൻ പോലും ഈ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, CPM സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല. നമുക്കറിയാം, കോൺഗ്രസിലെ ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു പ്രാഥമികമായി ബോധ്യപ്പെട്ടപ്പോൾ തന്നെ നേരിട്ടൊരു പരാതിയുമില്ലാത്ത പശ്ചാത്തലത്തിൽ പോലും അദ്ദേഹത്തെ സംഘടനയും സസ്പെൻഡ് ചെയ്യാൻ കേരളത്തിലെ ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി. അദ്ദേഹത്തിനെതിരെ മൊഴികൾ വന്നു, പരാതികൾ ശക്തിപ്പെട്ടു. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ തെല്ലും മടിച്ചില്ല കോൺഗ്രസ് പ്രസ്ഥാനം. LDF കടങ്ങോട് പഞ്ചായത്ത് പ്രകടന പത്രികയുടെ പ്രകാശനം സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സത്താർ നീണ്ടൂർ അധ്യക്ഷനായി. ജനകീയം, ജനപക്ഷം, സുതാര്യം, അഴിമതിരഹിതം, ദീർഘവീക്ഷണം എന്നീ ശീർഷകത്തിലുള്ള പ്രകടന പത്രികയിൽ കൃഷി, മൃഗസംരക്ഷണം, പാർപ്പിടം, കുടിവെള്ളം, വയോജനം, ഭിന്നശേഷി, കലാ സാംസ്കാരികം, കായികം, ആരോഗ്യം, ശുചിത്വം, വിനോദസഞ്ചാരം, വ്യവസായം, തൊഴിൽ, തൊഴിലുറപ്പ്, ഊർജം, വനിത, കുടുംബശ്രീ, പൊതുഭരണം, പട്ടികജാതി വികസനം തുടങ്ങിയ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. LDF നേതാക്കളായ PS പ്രസാദ്, MP റഫീഖ് തങ്ങൾ, ഫ്രാൻസിസ് കൊളന്നൂർ, അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീന സാജൻ എന്നിവരും ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു.
UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. മങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം KPCC ജനറൽ സെക്രട്ടറി O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC സെക്രട്ടറി ബിജോയ് ബാബു, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, MK ജോസ്, ഷാജൻ കുണ്ടന്നൂർ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ജനസമക്ഷം മാഗസിൻ പ്രകാശനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 19-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുടെ KM അഷ്റഫിന്റെ ഫ്ലെക്സ് ബോർഡ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. അയ്യപ്പൻകാവ് റോഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് കീറി നശിപ്പിച്ചത്. പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഫ്ലെക്സ് കീറിയിട്ടുള്ളത്. സംഭവത്തിൽ LDF പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രദേശത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാനുള്ള ഗൂഢശ്രമമാണ് സംഭവത്തിന് പുറകിലെന്നും ശക്തമായി പ്രതിഷേധിക്കുന്നതായും ചെയർമാൻ TK മനോജ് കുമാർ, കൺവീനർ MS സിദ്ധൻ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ കടങ്ങോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. വെള്ളർക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച പര്യടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷെർഫു പന്നിത്തടം അധ്യക്ഷനായി. DCC സെക്രട്ടറി VK രഘുസ്വാമി, സജീവ് ചാത്തനാത്ത്, MS ബഷീർ, KC ഹംസ, ഗിന്നസ് സത്താറാദൂർ, രഞ്ജു താരു, PC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കെടുത്തു. LDF പുന്നൂർക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. പടിഞ്ഞാറൻ മേഖല പുഴിക്കള സെന്റർ, വടക്കൻ മേഖല പുന്നുക്കാവ് പഴയ പോസ്റ്റ് ഓഫീസ് പരിസരം, കിഴക്കൻ മേഖല ആറ്റുപുറം സെന്റർ എന്നിവിടങ്ങളിൽ നിന്നായി 3 മേഖലകൾ തിരിച്ചാണ് റാലികൾ ആരംഭിച്ചത്. തുടർന്ന് ആൽത്തറ സെന്ററിൽ നടത്തിയ പൊതുസമ്മേളനം MM നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, AD ധനീബ്, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ V താജുദ്ദീൻ, സുരേഷ് താണിശ്ശേരി, KS ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. പുലിയന്നൂരിൽ നടന്ന UDF വേലൂർ പഞ്ചായത്ത് പൊതുയോഗം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഫ്രെഡി ജോൺ അധ്യക്ഷയായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആൻഡോ പോൾ, PP യേശുദാസ്, മഞ്ജുഷ ടീച്ചർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളെ VM സുധീരൻ ഹാരാർപ്പണം നടത്തി. വാർഡിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളെ കൊണ്ട് കൃഷിയിടത്തിൽ വിത്തിറക്കി യുവ കർഷകൻ. എടക്കഴിയൂർ നാലാംകല്ല് കളത്തിൽ ഫൈസലാണ് തന്റെ കൃഷിയിടത്തിലെ വിത്തിറക്കലിൽ വാർഡിലെ 3 സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി ഷൈമജ നസീർ, UDF സ്ഥാനാർത്ഥി ഐഷ സാദിഖ്, BJP സ്ഥാനാർത്ഥി സിന്ധു പ്രകാശൻ എന്നിവർ ചേർന്നാണ് വിത്തിറക്കൽ നടത്തിയത്. കഴിഞ്ഞ 15 വർഷമായി ഫൈസൽ കൃഷിയിൽ സജീവമാണ്. പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും മെഡിമിക്സ് നൽകുന്ന കർഷക അവാർഡും ഫൈസലിന് തേടിയെത്തിയിട്ടുണ്ട്. 50 സെന്റ് സ്ഥലത്ത് വിവിധ സീസണുകളിലായി കൂർക്ക, പടവലം, കുക്കുംബർ, ചീര, കപ്പ തുടങ്ങി കൃഷികൾ ചെയ്യാറുണ്ട്. പയർ കൃഷിയാണ് ഫൈസൽ ഇത്തവണ ചെയ്യുന്നത്. പൊതുസമൂഹത്തിനായി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സമൂഹമാധ്യമങ്ങളിലൂടെ കൃഷിരീതിയെക്കുറിച്ച് വിവരണം നടത്താറുമുണ്ട്. കൂടാതെ നല്ല ഇനം വിത്തുകൾ സമൂഹ മാധ്യമം വഴി വിൽപ്പന നടത്തുന്നുമുണ്ട്. സ്ഥാനാർത്ഥികളെ കൊണ്ട് വിത്തിറക്കി 100 മേനി കൊയ്യാം എന്ന പ്രതീക്ഷയിലാണ് ഫൈസൽ. 15 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. ഓരോ സമയത്തും കൃഷി ഇറക്കുമ്പോഴും കൃഷി ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെയാണ് വിളിക്കാറ്. പ്രാവശ്യം ഞാനൊന്ന് മാറ്റി ചിന്തിച്ച് നമുക്ക് നമ്മളെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ വിളിച്ചത്. ഇത്തവണ ഞാൻ ഇടാൻ പോണത് അർക്കമംഗളം എന്നൊരു പയറാണ്. വിത്തിട്ട് 28ാമത്തെ ദിവസം പോയിട്ട് 40ാമത്തെ ദിവസം വിളവെടുക്കാൻ പറ്റുന്ന ഒരു പയറാണ് അർക്കമംഗളം. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനത് കൃഷി ചെയ്യാൻ പോണത്. ഇനി ദേശചരിതം. UDFന് ശക്തമായ സ്വാധീനമുള്ള പുന്നയൂരിൽ പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അടിതെറ്റി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ ഭൂരിപക്ഷത്തോടെ അദ്ഭുത വിജയം നേടി. ഇക്കുറി ഇരുകൂട്ടരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്.
തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ ചാവക്കാട് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് പുന്നയൂർ. 1962 ഈ പഞ്ചായത്ത് രൂപീകൃതമായത്. 16.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. വടക്ക് പുന്നയൂർക്കുളം പഞ്ചായത്ത്, തെക്ക് ചാവക്കാട് ഗുരുവായൂർ നഗരസഭകൾ, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് വടക്കേക്കാട് പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നിവ ചേർന്ന് ഈ പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്നു. ആകെ സാക്ഷരതാ നിരക്ക് 92.56%. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് തീരപ്രദേശമാണ്. നെൽകൃഷിയാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഇതുകൂടാതെ തെങ്ങ്, കവുങ്ങ്, വാഴ, മരച്ചീനി, പച്ചക്കറികൾ എന്നിവയും കൃഷി ചെയ്തു വരുന്നു. UDFിൻ്റെ കുത്തക പഞ്ചായത്തായിരുന്ന പുന്നയൂരിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിക്ക് അടിതെറ്റി. പി. സുരേന്ദ്രൻ്റെ സാരഥ്യത്തിൽ ഇടതുപക്ഷം ആ ഉരുക്കുകോട്ടയിൽ ചെങ്കൊടി നാട്ടി. കാൽനൂറ്റാണ്ടിനിടെ കഴിഞ്ഞ തവണയാണ് പുന്നയൂരിൽ LDF ആധികാരികമായി ഭരണത്തിലെത്തിയത്. കോൺഗ്രസും മുസ്ലിം ലീഗും സഖ്യമില്ലാതെ മത്സരിച്ചപ്പോഴാണ് മുൻപ് 2 തവണ ഭരണം കിട്ടിയത്. പോയവരെല്ലാം തിരിച്ചെത്തി ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും കഴിഞ്ഞ തവണയുണ്ടായ തോൽവി UDFിന് ആഘാതമായി. എന്നാൽ ഇക്കുറി പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നാണ് UDF ക്യാമ്പിൻ്റെ അവകാശവാദം. LDF ആകട്ടെ കഴിഞ്ഞ തവണത്തെ വിജയം ആകസ്മികമല്ലെന്ന് തെളിയിച്ച് ഭരണ തുടർച്ചയുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. BJPയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. ഭരണപക്ഷത്തിൻ്റെ പ്രധാന വികസനവാദങ്ങൾ ഇവയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകി. ആധുനിക വാതക ശ്മശാനം യാഥാർത്ഥ്യമാക്കി. നൂറ്റാണ്ട് പഴക്കമുള്ള 2 സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഭൂമി സൗജന്യമായി ലഭ്യമാക്കി. GLP സ്കൂളിന് MLA ഫണ്ടിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഹരിതകർമ്മസേന രൂപീകരിച്ചു. ശാസ്ത്രീയ അജൈവ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കി. 5 അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. 13 സ്മാർട്ട് അങ്കണവാടികളാക്കി. ഇങ്ങനെ പോകുന്നു ഇടത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ. എന്നാൽ പഞ്ചായത്തിൻ്റെ വികസനത്തെ 5 വർഷം പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ് LDF ചെയ്തതെന്ന് UDF ആരോപിക്കുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ 200ഓളം ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് വീട് അനുവദിച്ചതെന്ന് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നതായി പ്രതിപക്ഷം പറയുന്നു. റോഡ്, കാന നിർമ്മാണങ്ങളിൽ വൻ അഴിമതി. പഞ്ചായത്തിലെ മിക്ക റോഡുകളും തകർന്നു. ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ആരോഗ്യ കേന്ദ്രം വളപ്പിൽ നിന്ന് ചന്ദനമരം മുറിച്ച പ്രതികളെ പിടിച്ചില്ല. ദേശീയപാത നിർമ്മാണത്തിനായി പൊളിച്ച എടക്കഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടത്തിനും അതിൻ്റെ ഭൂമിക്കും ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തി. മന്നലാംകുന്ന് ആരോഗ്യ ഉപകേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ല. വേണ്ടത്ര പഠനം നടത്താതെ കോടികൾ ചെലവഴിച്ച് നടപ്പാക്കിയ പല ശുദ്ധജല പദ്ധതികളിലും വെള്ളം ലഭിക്കുന്നില്ലെന്നും UDF ചൂണ്ടിക്കാട്ടുന്നു. 2015 നടത്തിയ തെരഞ്ഞെടുപ്പിൽ UDFിന് 15 സീറ്റുകളും LDFിന് 5 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF 12 സീറ്റ് നേടിയാണ് തിളക്കമാർന്ന വിജയം നേടിയത്. UDF 8 സീറ്റുകളിൽ ഒതുങ്ങി. പുതിയതായി 2 വാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ ആകെ വാർഡ് 22ആയി. 12 സീറ്റ് നേടുന്നവർക്ക് ഭരണം നേടാം. കിഴൂർ കാർത്തിനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ ക്ഷേത്രത്തിലെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. അമ്പല കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹമാണ് കവർന്നത്. പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം ക്ഷേത്ര ഭണ്ഡാരവരവെണ്ണി തിട്ടപ്പെടുത്തി ഇന്നലെ കൊണ്ടുപോയിരുന്നു. സമിതി ഓഫീസിലെ പണം സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി. ഇതിനാൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കമ്മിറ്റി ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. ചൊവ്വന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി വാരാചരണത്തിന്റെ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കാം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊൻതാരകങ്ങൾ 2K25 എന്ന പേരിൽ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചത്. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് അധ്യക്ഷനായി. SSK തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. കുന്നംകുളം IMA പ്രസിഡന്റും തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടുമായ ഡോക്ടർ താജ്പോൾ പനക്കൽ, കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, കുന്നംകുളം ഉപജില്ല HM ഫോറം ജോയിന്റ് കൺവീനർ ഷീജ രാഘവൻ, ക്ലസ്റ്റർ കോർഡിനേറ്റർ മെർലി C മാത്യു, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ CF പ്രിജി, CJ ജോബിൾ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ BRCയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 2 ഷോർട്ട് ഫിലിമുകളുടെ സ്വിച്ച് ഓൺ കർമ്മം KG ബ്രിജി, ഷീജ രാഘവൻ എന്നിവർ ചേർന്ന് നടത്തി.
സംസ്ഥാന ഇൻക്ലൂസീവ് സ്പോർട് മീറ്റ്, സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, സ്കൂൾ തലത്തിൽ നടത്തിയ രചനാ മത്സരങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത് വിജയികളായ കുട്ടികളെ ആദരിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ, സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ BRC പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും 140 കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി ഗോളക കവർന്നു. ഭണ്ഡാരങ്ങളും തകർത്ത് പണം കവർന്നിട്ടുണ്ട്. ക്ഷേത്രമേൽശാന്തി ഞായറാഴ്ച പുലർച്ചെ 5:30 നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രം ഭരണസമിതി നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള BRC മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ സെമിനാർ നടത്തി. മേജർ PJ സ്റ്റാജു ഉദ്ഘാടനം ചെയ്തു. BPC PS സംഗീത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ പൗളിൻ ഭിന്നശേഷി ദിന സന്ദേശം നൽകി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ജാസ്മിൻ താവു, ലീന, ജോത്സന, സെലിൻ, സ്റ്റെഫി, ജിംസി എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി BRCയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ രക്ഷിതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിന് ശേഷം ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുമെന്ന പ്രതിജ്ഞയും ഉണ്ടായി. മഞ്ഞു പെയ്ത പോലെ പൂത്തുലഞ്ഞ മണിമുല്ല. അരിയന്നൂർ സ്വദേശി വർഗീസിന്റെ വീട്ടുമുറ്റത്താണ് സൗരഭ്യം പരത്തി മണിമുല്ല പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പൂക്കൾ കൊണ്ട് മേലാപ്പുരുക്കി കാഴ്ചവിരുന്നൊരുക്കിയാണ് മണിമുല്ല പൂവിട്ട് നിൽക്കുന്നത്. കാർഷിക വൃത്തിയിൽ തൽപരനായ വർഗീസ് വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന് നട്ട മണിമുല്ലയാണ് ഇപ്പോൾ വെണ്മയാർന്ന പൂക്കൾ കൊണ്ട് പന്തലൊരുക്കിയിട്ടുള്ളത്. ഇലകളെ മറിച്ച് വെണ്മ പൊഴിക്കുന്ന പൂക്കൾ പരിസരങ്ങളുടെ ആകെ ശ്രദ്ധ തന്നിലേക്ക് ആവാഹിച്ച് മന്ദസ്മിതം വിതറുകയാണ് ഇവർ. കാഴ്ചരസം പകരുന്ന അപൂർവതയാണ് ഇവിടെ മുട്ടിട്ട് നിറഞ്ഞിരിക്കുന്നത്. മണിമുല്ല എന്നും നാഗമുല്ലയെന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിലായി വസന്തം സമ്മാനിക്കുന്ന വള്ളിച്ചെടിയാണ് മണിമുല്ല. ഇവ പൂത്തയിടത്തിലെ പ്രഭാതങ്ങൾക്ക് ഇപ്പോൾ പൂക്കളുടെ നറുമണമാണ്. ഈ വസന്തകാലത്തിന്റെ യഥാർത്ഥ ആസ്വാദകർ കുഞ്ഞിക്കിളികളും തേനീച്ചകളും പൂമ്പാറ്റകളുമാണ്. നാഗമുല്ലയുടെ വസന്തകാലം മുൻകൂട്ടി അറിഞ്ഞ് തേൻകൊതിയോടെ വള്ളികളിൽ തന്നെ കൂടൊരുക്കുന്ന ചെറുകിളികളും കാണാം. ചെറു തണുപ്പുള്ള രാത്രികളുടെ അവസാനത്തിൽ വെളിച്ചം വന്ന് എത്തി നോക്കുന്നിടത്താണ് തേന്മണം പൊഴിച്ചുകൊണ്ടിവ കണ്ണു ചിമ്മി നിറയുക. കൊഴിഞ്ഞു പോകുന്നതിനേക്കാൾ എണ്ണത്തിലേറെയുണ്ടെന്ന ഉറപ്പോടെ നാഗമുല്ല തൊട്ടടുത്ത നാൾ മുട്ടുകളെ പെറ്റിടുകയും ചെയ്യും. മണിമുല്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏതൊരാൾക്കും മനസ്സിന് കുളിർമയുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കാടുപിടിച്ച് കിടന്നിരുന്ന പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ മലമ്പാമ്പിനെ പിടികൂടി. വാഗ AKG റോഡിലുള്ള കണ്ണഞ്ചേരി മോഹൻദാസിന്റെ വീടിന് സമീപത്ത് കുന്നംകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്നാണ് 6 അടിയിലേറെ നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. ഇര വിഴുങ്ങിയ നിലയിലായിരുന്നതിനാൽ പാമ്പിന് വേഗത്തിൽ ഇഴഞ്ഞു പോകാനാകാത്ത സ്ഥിതിയായിരുന്നു. പ്രദേശവാസികളായ ഉല്ലാസ്, ബിനീഷ് എന്നിവർ ചേർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പാമ്പിനെ ഇഴഞ്ഞുപോകാൻ കഴിയാത്ത വിധം കെട്ടിയിടുകയായിരുന്നു. പിന്നീട് ഫോറസ്റ്റ് അധികൃതരെത്തി മലമ്പാമ്പിനെ കൊണ്ടുപോകുകയും ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള നമ്പഴിക്കാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ഞായറാഴ്ച രാവിലെ 10-ന് മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PT നിത്യ അധ്യക്ഷയായി.
വാസന്തി ഗോപിനാഥൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷെല്ലി വിവേകാനന്ദൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ദിവ്യ ഷിബു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ജീന ബാബു സംഘടനാ റിപ്പോർട്ട് അവതരണം നടത്തി. ഏരിയ ട്രഷറർ സുശീല സതീശൻ, ഏരിയ യൂണിറ്റ് നേതാക്കളായ വിജിത മജ്നു, പ്രതീജ, സുബിത, ഷിനി, സുഭാഷ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ ഭഗവതിയുടെ പ്രതിപുരുഷ സ്ഥാനത്ത് പുതിയ വെളിച്ചപ്പാടായി കോതച്ചിറ കാരയൂർ നാരായണൻകുട്ടി സ്ഥാനമേറ്റു. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് കോമരത്തിന്റെ ചുമതല നാരായണൻകുട്ടിക്ക് കൈമാറിയത്. ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ അനിൽ പ്രസാദ് നേതൃത്വം നൽകി. സ്ഥാനമേൽക്കുന്ന നാരായണൻകുട്ടി ക്ഷേത്രവും ആചാരങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദേവീഭക്തനാണ്. അതോടൊപ്പം ദീർഘകാലം ക്ഷേത്രത്തിന്റെ കോമരമായിരുന്ന പരേതനായ ആലിക്കര കണ്ണാലത്ത് ശിവശങ്കരൻ വെളിച്ചപ്പാട് നാരായണൻകുട്ടിയുടെ അമ്മാവനുമായിരുന്നു. അരനൂറ്റാണ്ടുകാലം കോമരമായി സേവനം ചെയ്തിരുന്ന ശിവശങ്കരൻ വെളിച്ചപ്പാട് സെപ്റ്റംബർ 30-നാണ് അന്തരിച്ചത്. 47 വർഷങ്ങൾക്ക് ശേഷം തന്ത്രി തരണനെല്ലൂർ അനിൽ പ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ കലശം ചൊരിയൽ ചടങ്ങ് നടന്നതോടെയാണ് നാരായണൻകുട്ടി വെളിച്ചപ്പാടായി ചുമതലയേറ്റത്. ക്ഷേത്രാചാരങ്ങൾക്ക് ചുമതലക്കാരായവരും അവകാശികളും മറ്റും ചടങ്ങിന്റെ ഭാഗമായി. ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഭഗവതിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാടിന്റെ ചുമതലയേൽക്കൽ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മലബാറിൽ പാന എന്ന ചടങ്ങ് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം. അയ്യപ്പൻ വിളക്കുകളിൽ വാവരായിട്ടുള്ള പരിചയവും പുതിയ വെളിച്ചപ്പാടിനുണ്ട്. പരേതനായ കോതച്ചിറ കാരയൂർ കേശവൻ നായരാണ് പിതാവ്. കണ്ണാലത്ത് കാർത്തിയേനി അമ്മയാണ് മാതാവ്. ജിഷ ഭാര്യയും അനഘ, അർച്ചന എന്നിവർ മക്കളുമാണ്. 96 ദേശത്തിൻ്റെ തത്തകത്തമ്മയായ മുലയമ്പറമ്പത്തമ്മയുടെ ഒരു ദാസനാവുക എന്നുള്ളതൊരു മുൻജന്മ സുഹൃത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഇതിൻ്റെ മുന്നത്തെ വെളിച്ചപ്പാട് എൻ്റെ അമ്മാവനായിരുന്നു. ഇവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മരുമക്കളിൽ ആരെങ്കിലും ആക്കണം എന്നുള്ളത്. മൂപ്പരുടെ രണ്ടാമത്തെ പെങ്ങളുടെ മകനാണ് ഞാൻ. മൂപ്പരുടെ ആഗ്രഹപ്രകാരം പിന്നെ ഭഗവതിയുടെ ഒരു അനുഗ്രഹവും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളോട് 2 വാക്ക് പറയും. എല്ലാവർക്കും കിട്ടുന്ന ഒരു മഹാഭാഗ്യമല്ല. 41 ദിവസം വ്രതമായിരുന്നു. ഈ അമ്പലം ക്ഷേത്ര പരിസരം വിട്ട് പോകാണ്ട് അമ്പലത്തിലെ നെയ്ത്തിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ താമസിക്കുകയായിരുന്നു. 41 ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണിപ്പോൾ കലശം ചൊരിയലുണ്ടായത്. പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിൽ വേട്ടേക്കരൻ പാട്ട് വിശേഷാൽ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം പാട്ടിന് താലത്തോടും വാദ്യാഘോഷങ്ങളോടും കൂടി എഴുന്നള്ളിച്ചു. പാട്ടിനുശേഷം രാത്രി 9 മണിയോടെ നാളികേരം എറിഞ്ഞുടക്കൽ ആരംഭിച്ചു. കോമരം ശ്രീ കാരക്കുറ രാമചന്ദ്രൻ നായർ നാളികേരം എറിഞ്ഞുടക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി. കളമായ്ക്കൽ ചടങ്ങുമുണ്ടായി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ക്രമീകരണങ്ങൾക്ക് ഊരാൾ ശശിധര രാജ, പ്രസിഡന്റ് PC സുധീഷ്, സെക്രട്ടറി PS സുരേന്ദ്രൻ, ട്രഷറർ KA ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. മന്നലാങ്കുന്ന് അൽ ഹിക്മ മദ്രസയുടെ നേതൃത്വത്തിൽ പാരന്റിംഗ് മീറ്റ് നടത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ബാദുഷ ബദർപള്ളി ഉദ്ഘാടനം ചെയ്തു. അൽ ഹിക്മ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് MV അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ സലീം ബുസ്താനി ഉദ്ബോധന പ്രഭാഷണം നടത്തി. ഉസ്മാൻ ബദർപള്ളി സ്വാഗതവും PP ഫൈസൽ നന്ദിയും പറഞ്ഞു. ചരമം വേലൂർ കുറുവന്നൂർ വടക്കൻ വീട്ടിൽ റോസ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടത്തി. പരേതനായ ഔസേബ് ആണ് ഭർത്താവ്. പോൾ, ഫിലോമിന, സണ്ണി, വിൽസൺ, ഡെയ്സി, ലൂവിസ്, പരേതയായ ലില്ലി എന്നിവർ മക്കളാണ്. കുന്നംകുളം നഗരസഭ 26-ാം വാർഡ് ചീരംകുളം BJP സ്ഥാനാർത്ഥി അനൂപ് ചീരംകുളത്തിന്റെ പിതാവ് വാഴപ്പുള്ളി കുഞ്ഞപ്പു നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടക്കും. മല്ലിക, വിനോദൻ, പ്രേമ, സീത, അനിൽകുമാർ, ശൈലജ, അനൂപ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിലേക്ക്. 1ാം-ഘട്ട പ്രചാരണം ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും. നാളെ നിശബ്ദ പ്രചരണം. 7 ജില്ലകളിലെ വോട്ടർമാർ മറ്റന്നാൾ ബൂത്തിലെത്തും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പരസ്യപ്രചാരണം ഇനി 2 നാൾ കൂടി. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം, വ്യാഴാഴ്ച ജനം വിധിയെഴുതും. വിവിധ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സ്ഥാനാർത്ഥി സംഗമവും കൺവെൻഷനുകളും ആവേശകരം.
കിഴൂർ കാർത്തിനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും കവർച്ച. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി ഗോളക കവർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.